الحمد لله نحمده ونستعين به ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة المؤمنون أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, മുത്തഖീങ്ങളായി തഖ്വയുള്ളവരായി ജീവിക്കണം എന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ പരിശുദ്ധ റമദാനിലെ 26-ലധികം ദിവസങ്ങൾ നമ്മോട് വിട പറഞ്ഞു. ഏറ്റവും അവസാനം ഒരുങ്ങാനുള്ള ഒരു സമയം, അത് ദുനിയാവിലാണെങ്കിലും ആഖിറത്തിലാണെങ്കിലും. ഒരു മാസം മുമ്പ് വിദേശത്തേക്ക് പോകാൻ ടിക്കറ്റ് ബുക്ക് ചെയ്താൽ പോകുന്നതിന്റെ 2 ദിവസം മുമ്പാണ് ഒരുക്കങ്ങൾ പൂർത്തീകരിക്കുക. അതുവരെ ഒരുക്കത്തിലാണെങ്കിലും അതിനൊരു കൃത്യമായ ഒരുക്കം ഉണ്ടാകില്ല. അപ്പോഴാണ് നമ്മൾ അയലോക്കത്തുനിന്നോ അല്ലെങ്കിൽ വീട്ടിൽ നിന്നോ തുലാസ് കൊണ്ടുവന്ന് നമ്മുടെ ലഗേജൊക്കെ ഒന്ന് തൂക്കി നോക്കും. പ്രത്യേകിച്ച് ബജറ്റ് എയർലൈൻസിന്റെ ടിക്കറ്റ് ആണെങ്കിൽ ഒരൽപ്പം കൂടിയോ കുറഞ്ഞോ എന്ന് നോക്കും. ആരോഗ്യം ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ വെറുതെ ആശുപത്രിയിൽ ആരേറ്റെങ്കിലും പോയാലും ഒന്ന് അയമ കയറി നിന്ന് നോക്കും, തൂക്കം കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ എന്നറിയാൻ. എല്ലാം ഒരു വിലയിരുത്തുന്നതിന്റെ തിരക്കാണ് അവസാനത്തിൽ. വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്ന ഒരു കാര്യമാണ്. സൂറത്തുൽ ഹശറിലെ ഒരായത്ത് ഞാൻ ഓതി കേൾപ്പിച്ചു. അല്ലാഹ് പറയുന്നുണ്ട്, ഇത്തഖുല്ലാഹ് യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ്, അല്ലാഹനെ സൂക്ഷിക്കണം. വൽ തൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ഓരോ ശരീരവും നോക്കട്ടെ. വത്തഖുല്ലാഹ്, അല്ലാഹനെ സൂക്ഷിക്കണേ. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ ചെയ്യുന്നതൊക്കെ അല്ലാഹ് സൂക്ഷ്മമായി അറിയും. നാളേക്ക് വേണ്ടി എന്ത് ചെയ്തു? നാളെ യഥാർത്ഥത്തിൽ നാളെ എന്താ? നാളെ പിറ്റേന്ന്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഗദൻ എന്ന് പറഞ്ഞാൽ ഈ നിമിഷം കഴിഞ്ഞാൽ അടുത്ത നിമിഷം മുതൽ നാളെയാണ്. എന്ത് സംഭവിക്കും എന്നറിയില്ല. മൻഫലൂത്തി എഴുത്തുകാരൻ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ കഥ അൽ ഗദ് എന്നാണ്, ഭാവി, നാളെ എന്നൊക്കെ പറയുന്നത്. ശിബുഹുൻ മുബ്ഹം, അവ്യക്തത നിറഞ്ഞ ഒരു അവ്യക്ത രൂപമാണ്. നോക്കുന്നവന് അതിവിദൂരത്ത് നിൽക്കുന്നതായിട്ട് തോന്നും. പക്ഷേ നമുക്കറിയില്ല അത് കൊണ്ടുവന്ന് തരാൻ പോകുന്നത് മുത്തും പവിഴവുമാണോ, അതല്ല നിഗൂഢമാണോ, ബീഭത്സങ്ങളാണോ, സത്വങ്ങളാണോ എന്നൊന്നും പറയാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ കഥയുടെ തുടക്കം.
ഭാവി എന്ന് പറയുന്നത് കേവലം ഒരു പ്രതീക്ഷ മാത്രമാണ്. ഞാനിപ്പോ വരുമ്പോ 24 വയസ്സായ ഒരു ചെറുപ്പക്കാരന്റെ മരണവിവരം കേട്ടിട്ടാണ് വരുന്നത്. ഇന്നേ വരെ ഒരു കേടും ആ കുട്ടിക്കില്ല, ഉള്ളതായിട്ട് അറിവില്ല. ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ കാര്യം. രാവിലെ ജോലിക്ക് പോയതാണ്, 24 വയസ്സായിട്ട്. അപ്പൊ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ല, ഭാവി എന്ന് പറയുന്നത് ഇല്ല. പല സൈക്കോളജിക്കൽ പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്, സലഫ് സാലിഹീങ്ങളായ പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്, ദിവസങ്ങൾ 3 ദിവസമേ ഉള്ളൂ. യൗമുൻ മഫ്കൂത്ത്, നഷ്ടപ്പെട്ടു പോയ ദിവസം. അതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചിട്ട് കാര്യമല്ല. റമളാനിൽ ഇത്രയും ദിവസം കഴിഞ്ഞു, അതിന്റെ മുമ്പ് എത്രയോ കഴിഞ്ഞു, ആയുസ് ഇത്രയും കഴിഞ്ഞു. നഷ്ടപ്പെട്ട ദിവസങ്ങൾ ഒന്നും ആലോചിക്കാനില്ല. അതിനെപ്പറ്റി ആലോചിച്ചാൽ ടെൻഷനാവും, മനുഷ്യനാകെ ടെൻഷനാവും. മറ്റൊന്ന് യൗമുൻ മശ്ഹൂദ്, ഇന്നത്തെ ദിവസം, അറ്റ് പ്രസന്റ്. അതുകൊണ്ട് ലോകത്തുള്ള എല്ലാ സൈക്കോളജിസ്റ്റുകളും പറഞ്ഞത് മാനസിക രോഗം ഉണ്ടാവാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ബി എ മാൻ ടുഡേ, ഇന്നത്തെ മനുഷ്യനാവുക. ഇന്നത്തെ മനുഷ്യനാവുക. ഇന്ന് നമ്മൾ ആലോചിക്കും, ഇപ്പൊ നമ്മുടെ മുന്നിലുള്ള ഈ പ്രസന്റ്, ഈ ടൈം, അത് നമ്മൾ ഉപയോഗപ്പെടുത്തുക. മറ്റൊന്ന് യൗമുൽ മൗലൂദ്, ജനിക്കാൻ പോകുന്ന വിഷയം. അത് നമുക്കറിയില്ല, അങ്ങനെ ഒരു ദിവസം ഉണ്ടാകുമോ എന്ന് നമുക്കറിയില്ല. അത് ആരുടെയും കണക്കിലല്ല. പ്രത്യേക അസുഖം വേണം എന്നില്ല. വകം മിൻ മരീലിൻ മാത മിൻ ഗൈരി വകം മിൻ സഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലത്തിൻ വകം മിൻ മരീലിൻ ആശ ദഹ്റൻ അലാ ദഹ്രി. എത്ര രോഗികളാണ് ഒന്ന് മരിച്ചു കിട്ടിയെങ്കിൽ എന്ന് ബന്ധുക്കൾ ആഗ്രഹിച്ചിട്ട് പോലും മരിക്കാതെ വർഷങ്ങളോളം തലച്ചോറ് മാത്രം മസ്തിഷ്ക മരണം സംഭവിച്ച് കഴിഞ്ഞു പോകുന്ന രോഗികൾ എത്രയാണ് നമ്മുടെ ചുറ്റുഭാഗത്തുള്ളത്. മരിക്കണില്ല, ഒന്നിനും പറ്റൂല, പക്ഷെ മരിക്കണില്ല. എന്നാൽ എത്ര ആരോഗ്യവാനാണ്, ആരോഗ്യമുള്ള മനുഷ്യരാണ് ഒരു രോഗവുമില്ലാതെ പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്നത്. വകം മിൻ ഫതാ യുംസി വയുസ്ബിഹു ആമിന. എത്ര മനുഷ്യരാണ് നേരം പുലർന്ന് വളരെ സ്വസ്ഥമായി, ഒരു പ്രശ്നമില്ലാതെ, ഞാൻ എന്ന് പറഞ്ഞ കുട്ടീന്റെ ഒക്കെ പോലെ ഒരു പ്രശ്നമില്ലാതെ എത്ര മനുഷ്യന്മാരാ രാവിലെ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങണത്, ജോലിക്ക് പോകുന്നത്. പക്ഷെ വഖദ് നുസിജത് അക്ഫാനുഹു വഹുവ ലാ യദ്രി, അവന്റെ കഫൻ പുട നെയ്ത് വെച്ചിട്ടുണ്ടാവും, ഓൻ അറിയില്ല. അന്ന് തന്നെ അവന്റെ കഫൻ പുട അവിടെ റെഡി ആയിരിക്കുന്നുണ്ടാവും. അതുകൊണ്ട് നാളെ എന്ന് പറയുന്നത് ഇല്ല. യഥാർത്ഥത്തിൽ നമ്മുടെ നാളെ എന്ന് പറഞ്ഞാൽ മരണമാണ്, മരണശേഷമാണ്. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത്, ഞാൻ പറയാറുണ്ട്, അല്ലാഹു തആല നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം നമ്മൾ എപ്പോൾ മരിക്കുന്നു എന്ന് നമ്മൾ അറിയുന്നില്ല എന്നതാണ്. ആലോചിക്കൂ, നമ്മുടെയൊക്കെ ഡേറ്റ് ഓഫ് മൗത്ത്, ഡെത്ത്, മരണത്തിന്റെ തീയതി നമുക്കൊക്കെ അറിയുമായിരുന്നുവെങ്കിൽ. സാധാരണ പറയാറുണ്ട്, ഒരു മനുഷ്യൻ ജനിക്കുന്നതിന്റെ 9 മാസം മുമ്പ് അവന്റെ ജനനത്തെ കുറിച്ച് സൂചന ഉണ്ടാവും, അറിയും. പക്ഷെ ഒരു മനുഷ്യൻ മരിക്കുന്നതിന്റെ 9 സെക്കൻഡ് മുമ്പ് പോലും അറിയാൻ കഴിയില്ല എന്നതാണ് മനുഷ്യന്റെ പ്രത്യേകത. ആലോചിച്ച് നോക്കൂ, അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് വിചാരിക്കുക. നമുക്കൊക്കെ നമ്മൾ മരിക്കുന്ന തീയതി അറിഞ്ഞാൽ എന്ത് സംഭവിക്കും? ലോകം നിശ്ചലമാകും. ഇന്ന് ഈ പള്ളിക്കാരെങ്കിലും ഉണ്ടാവുമോ? നമ്മളാരെങ്കിലും വീട് വെക്കുവോ? കല്യാണം കഴിക്കുവോ? സ്കൂൾക്ക് പോകുവോ? വിദ്യാഭ്യാസം ഉണ്ടാകുമോ? ഡിഗ്രി എടുക്കുവോ? PhD എടുക്കുവോ? ഒന്നും ഉണ്ടാവില്ല. നമ്മളൊക്കെ ജനിക്കുന്ന ഒരു ദിവസം അറിയാ പോലെ തന്നെ മരിക്കുന്ന ഒരു ദിവസം കൂടി അറിഞ്ഞിരുന്നെങ്കിൽ. അതുകൊണ്ട് അള്ളാഹു പറയുന്നു, ഇന്നഹും യറൗനഹു ബഈദാ, സൂറത്തുൽ മആരിജ്. ഈ മനുഷ്യര് മരണം, മയ്യത്ത് കെട്ടിൽ കൊണ്ടുവരിക, മയ്യത്ത് കുളിപ്പിക്കുക, മരിച്ചു പോവുക,
പിന്നെ നമ്മുടെ വീട്ടിൽ ആള് കൂടുക, ടാർപ്പായ കെട്ടുക, ഇങ്ങനത്തെ കാര്യമൊക്കെ നമ്മൾ കാണുന്നത് ഇന്നഹും യറൗനഹു ബഈദ, വളരെ ദൂരത്താണ്. എന്റെ വീട്ടിലും നിങ്ങളുടെ വീട്ടിലൊക്കെ എന്നോ നടക്കേണ്ട ഒരു സംഭവമായിട്ടാണ് നമ്മൾ ഇതിനൊക്കെ കാണുന്നത്. അള്ളാഹു പറയുന്നു വനറാഹു ഖരീബ, ഞാനതിനെ കാണുന്നത് വളരെ അടുത്തായിട്ടാണ്. ഒരാൾ മരിച്ചു, പള്ളിയിലെ ഇമാമ് പറഞ്ഞു രണ്ടാള് വരാണ്ട്, കാത്തുവെക്കുന്നോണ്ട് കുഴപ്പമുണ്ടോ? വേണമെങ്കിൽ നമുക്ക് അസറിന് വരെ നിൽക്കാം, അസർ വരെ കാത്തുവെക്കാം, അസർക്ക് നിസ്കരിക്കാം. പക്ഷേ ആ ഇമാമിന്റെയും ആ മയ്യത്തിന്റെയും നിസ്കാരം അസറിന്റെ ശേഷം നിസ്കരിച്ചു എന്നുള്ളതാണ്. വലിയ വീട് വെക്കുന്ന ഒരാള്, ആളുകളൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. ഭാര്യ ചോദിച്ചു, എന്തിനത്ര വലിയ വീട് വെക്കണത്? അദ്ദേഹം പറഞ്ഞു, ഇത് നമ്മുടെ പൈസ അല്ലേ, ആരടുത്തൊന്നും കടം വാങ്ങിയിട്ടൊന്നും അല്ലല്ലോ, നമ്മൾ അധ്വാനിച്ചതല്ലേ, കുറെ കാലായില്ലേ അവിടെ ഇവിടെ പോയി കഷ്ടപ്പെടുന്നു, ഇനി വലിയൊരു വീടൊക്കെ വെച്ചിട്ട് നമുക്ക് അതിൽ ജീവിക്കാലോ, ആരെയും ബുദ്ധിമുട്ടിക്കണമൊന്നുമില്ലല്ലോ. കൂടിയിരുന്നിട്ട് 7ാമത്തെ ദിവസം അദ്ദേഹം മരിക്കാൻ. ഭാര്യക്ക് ആ വീട്ടിൽ ഇരിക്കാൻ പോലും കഴിഞ്ഞില്ല, വേറെ ഫ്ലാറ്റ് എടുത്തിട്ട് ഇരിക്കണം. പേടി, വലിയ പെരയിൽ പാർക്കാൻ പേടി. കൂടിയിരിക്കുന്നതിന്റെ 7ാമത്തെ ദിവസം മരിക്കുമെന്നറിഞ്ഞാൽ അദ്ദേഹം ആ വീട് വെക്കുവോ? നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ്. ഈ ചെറിയ വീട് തന്നെ ഒരു ടെന്റാ കെട്ടാൻ ഉദ്ദേശിച്ചാലും നമ്മൾ കെട്ടൂല. അതുകൊണ്ട് അള്ള തന്ന അനുഗ്രഹത്തെ മുഖവിലക്കെടുക്കണം. അതുകൊണ്ട് നാളേക്ക് എന്ത് ചെയ്തു നോക്കുക. നാളെ എന്ന് പറയുന്ന പ്രവിശാലമായ ലോകമാണ്. യുക്തിവാദികൾ നിഷേധിച്ചാലും എക്സ് മുസ്ലിങ്ങൾ അതിനെ പരിഹസിച്ചാലും സംഭവിക്കുന്നത് സംഭവിക്കുക തന്നെ ചെയ്യും. പക്ഷെ നമുക്കത് മനസ്സിലാവൂല എന്ന് മാത്രം. ഞാൻ ഉദാഹരണം പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോ. ഗർഭപാത്രത്തിലെ കുട്ടി, ആ കുട്ടിക്ക് കണ്ണുണ്ട്, കൈയുണ്ട്, കാലുണ്ട്, ഒക്കെ ഉണ്ട്. അവനോട് പറയാ, ഈ കാഴ്ച ഒന്നുമല്ല കാഴ്ച. നീ ഇനി വളാഞ്ചേരി പൊന്നാനി പോയാൽ വലിയ സമുദ്രം കാണാനുണ്ട്, അതിൽ കപ്പലുണ്ട്, കപ്പലല്ല വിമാനവാഹിനി കപ്പലുണ്ട്, അപ്പുറത്ത് ബഹിരാകാശമുണ്ട്, അവിടെ ഒരു പമ്പർന്നോള് പോയി വന്നിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞ ഓ പോയി പണി വെക്കാൻ പറയും. ഓനെ നമ്മുടെ എക്സ് മുസ്ലിം ഒക്കെ പറഞ്ഞ മാതിരി അതൊക്കെ എന്ത് ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ. കാല് അനക്കിപ്പോ വലിയ ഓടാനെങ്കിൽ അത്ര തന്നെ പരിധിയുണ്ട്, ഓടാൻ പറ്റൂല. നമുക്കൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ, നമ്മുടെ കയ്യിലും കണ്ണിനും കാലിനൊക്കെ പരിധിയുണ്ട്, ഓടാൻ വല്ലാതെ പറ്റൂല. അതുകൊണ്ട് PT ഉഷ എന്നൊരു സാധനം ഉണ്ട്, ഭയങ്കര ഓട്ടാണ്. അങ്ങനെയൊക്കെ നിനക്കും വേണമെങ്കിൽ ഓടാൻ പറ്റും, നിന്റെ കാലോട്ട് നിനക്കും പോയി പണി വെക്കാൻ പറയും നമ്മളോടൊക്കെ. പക്ഷെ സംഭവിക്കണത് സംഭവിക്കും. അവന്റെ ഇഷ്ടം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും 10, 9, 10 മാസം കഴിഞ്ഞ അവൻ പ്രസവിക്കും. പ്രസവിച്ചില്ലെങ്കിൽ കീറിയെടുക്കണം. അവൻ എത്ര വാശി പിടിച്ചിട്ടും കാര്യമല്ല. അള്ളാഹ് പറയും, ലഖദ് കുന്ത ഫീ ഗഫലത്തിൻ മിൻ ഹാദാ. യഥാർത്ഥത്തിൽ ഒരു പ്രസവമാണ് മരണം എന്ന് പറയുന്നത്. ദുനിയാവിൽ നിന്ന് ആഖിറത്തിലേക്കുള്ള ദൂരം സെക്കൻഡ് മാത്രമേ ഉള്ളൂ. നമ്മൾ ദുനിയാവിലെ അള്ളാഹ് ചോദിക്കും, കം ലബിസ്തും ഫിൽ അർളി അദദ സിനീൻ, എത്ര കാലം ജീവിച്ചടോ? ഖാലു ലബിസ്നാ യൗമൻ ഔ ബഅദ യൗം ഫസ്അലിൽ ആദീൻ. വളരെ കുറച്ച് ദിവസം ഞങ്ങൾ ജീവിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നു. എത്രയുണ്ടാകുക? 60 വയസ്സ് ആവറേജ് വയസ്സ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്റെ ഉമ്മത്തിന്റെ വയസ്സ് 60 to 70 ആണ്. അതിലപ്പുറം പോയവര് ഭാഗ്യവാന്മാരാണ്. സൗദി അറേബ്യയിലൊക്കെ 63 വയസ്സാണ് റിട്ടയർമെന്റ് പ്രായം. ഉമർ ഖത്താബും അബൂബക്കർ അതുപോലുള്ള ഖലീഫമാരും പല ഖലീഫമാരും പല സഹാബികളും മുഹമ്മദ് നബിയും സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ മരണപ്പെട്ടത് 63 വയസ്സിലാണ്. 63 വയസ്സാ തന്നെ എന്താ ഉണ്ടാകുക? ഇദാ ആശൽ ഫത്താ 60 ആമാ ഫനിസ്ഫുൽ ഉംരി തംഹഖുൽ ലയാലി. 60 വയസ്സായ 30 വയസ്സോൻ ഉറങ്ങി, ബാക്കി 15 വയസ്സ്, 30ന്റെ പകുതി 15. ആമാലും മെഹർസും, ഒരുപാട് ആഗ്രഹങ്ങൾ പ്രതീക്ഷകളാ. ചെറുപ്പത്തിൽ അങ്ങനെ ഓടിച്ചാടി വളർന്നു, ദുനിയാവില്ല ആഖിറവുമില്ലാതെ അങ്ങനെ നടന്നു. ബാക്കി കിട്ട 15 കൊല്ലാണ്. അതാണ് പോണത്, ഓൻ അറിയില്ലാന്ന്. പാലോചുക്ക് റമദാൻ എന്നാ നമ്മിലേക്ക് വന്നത്? ഇന്ന് കഴിയാനായി, നാളെ മറ്റന്നാ പെരുന്നാൾ ആഘോഷിക്കാനായി. ഇമാം പറഞ്ഞിട്ടുണ്ട്, അന്നാസു നിയാം വൈദാ മാതു ഇൻതബഹു. മനുഷ്യരൊക്കെ ഉറങ്ങാണ്, മരിച്ചാലേ ഉണരൂന്നാണ്.
മരിച്ചാലേ ഉണരൂ. ലഖദ് കുന്ത ഫീ ഗഫലത്തിൻ മിൻ ഹാദാ, നീ അശ്രദ്ധനായി കിടക്കുകയായിരുന്നു. ഫകശഫ്നാ അൻക ഗിതാഅക, നിന്റെ ആ മൂടിയെ ഇന്ന് ഞാൻ നീക്കിക്കളഞ്ഞു. ഫബസറുക്കൽ യൗമ ഹദീദ്. ഫല്യൻദുരിൽ ഇൻസാൻ, മനുഷ്യന് പറയാ ലിയഫ്ജുർ അമാമഹു, മനുഷ്യൻ തിന്മ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. എന്നിട്ട് അവൻ ചോദിക്കുന്നു യസ്അലു അയ്യാന യൗമുൽ ഖിയാമ, എവിടെയാടോ ഈ ഖിയാമത്ത് നാൾ, എന്നാ ഈ ഖിയാമത്ത് നാൾ, ആര് മരിച്ചുപോയാൽ ആരും വന്നിട്ടുണ്ടോ ചോദിക്കുന്നു. ഫൈദാ ബരിഖൽ ബസർ, കണ്ണൊന്നു മറിഞ്ഞ പോയി, കണ്ണൊന്നു മറിഞ്ഞാൽ പോയി, പെട്ടെന്ന് വീണു, കൊണ്ടുപോയി. ആദ്യം തന്നെ ഡോക്ടർമാർ കണ്ണിക്കൊന്ന് ടോർച്ചടിച്ച് നോക്കും. സ്ട്രോക്കാണ്, കണ്ണ് മിഴിയാൻ മിഴിയില്ല, പ്രയാസ. അത്രേ ഉള്ളൂ. ഫൈദാ ബരിഖൽ ബസർ, കണ്ണൊന്നു മറിഞ്ഞാൽ. എന്നിട്ട് ആ മനുഷ്യൻ ചോദിക്കണത് അയ്യാന യൗമുൽ ഖിയാമ. അതുകൊണ്ട് ഉറപ്പായൊരു സംഗതിയുണ്ട്. ഇന്നത്തെ കാര്യം ഉറപ്പില്ല, നാളെ എന്ന് പറയുന്നത് ഉറപ്പാണ്. ഫൈദാ ബരിഖൽ ബസർ, കണ്ണൊന്നു മറിഞ്ഞാൽ നാളെയായി. അതുകൊണ്ട് ഫല്യൻദുരിൽ, മനുഷ്യൻ നോക്കട്ടെ. തൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ചുമലിൽ ഇങ്ങനെ കൈ വെച്ച് നബി തങ്ങൾ പറഞ്ഞു, കുൻ ഫി ദുനിയ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ, നീ ദുനിയാവിലെ ഒരു വിദേശിയെ പോലെ ആവണം. ഗൾഫിൽ പോയിട്ട് കിട്ടിയ വാടക റൂം ആരും പെയിന്റ് അടിച്ച് നേരാക്കാനൊന്നും മെനക്കാറില്ല. പലരും അങ്ങനെ തന്നെ. വേറെ സ്ഥലത്ത് താമസിക്കുന്ന പോലൊക്കെ റൂം പോയൊക്കെ നമ്മൾ അന്തം വിടും. വീട്ടിൽ അവനാന്റെ വീടെ വൃത്തിയാക്കുള്ളൂ. അല്ലെങ്കിൽ വഴിയാത്രക്കാരനെ പോലെ ആവണം. അതിന്റെ ശേഷം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയും, ഇദാ അസ്ബഹത ഫലാ തൻതദിറിൽ മസാ, നേരം പുലർന്നാൽ ഒരു വൈകുന്നേരത്തെ പ്രതീക്ഷിക്കരുത്. വൈകുന്നേരമായാൽ നേരം പുലരുന്നത് പ്രതീക്ഷിക്കരുത്. പരമാവധി ദുനിയാവിൽ നിന്ന് ആഖിറത്തിലേക്ക് വേണ്ടി എന്തെങ്കിലും ഉപകാരപ്പെടുക. ഹാസിബു ഖബ്ല അൻ തുഹാസബു, ഹദീസ് ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇടയ്ക്കിടയ്ക്ക് ഹദീസ് ഓർമ്മിപ്പിക്കാറുണ്ട്. ഹാസിബു ഖബ്ല അൻ തുഹാസബു, നിങ്ങൾ വിചാരണ ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾ നിങ്ങളെ ഒന്ന് വിചാരണ ചെയ്യുക. റമളാനിൽ ഇത്രയും ദിവസം ഉണ്ടായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഞാൻ എന്ത് ചെയ്തു, എന്റെ നാളേക്ക് വേണ്ടി ഞാൻ വിലയിരുത്തുക, നിങ്ങളും വിലയിരുത്തുക. ഇപ്പൊ അതേ ചെയ്യാൻ കഴിയുള്ളൂ. ഗൾഫിൽ കൊണ്ടുപോകുമ്പോ 100-250 ഉറുപ്പ്യ ലാഭിക്കാനാണ് എത്ര തുലാസ് കൊടുത്തിട്ടാ തൂക്ക. അതൊന്നും പോരാഞ്ഞിട്ട് ചെന്നാൽ എയർപോർട്ടിന്റെ മുമ്പിൽ 2 തുലാസ് ഫ്രീ ഉണ്ടാവും. അയിമീൻ കയറ്റി വെക്കും, ഉണ്ടല്ലേ, അയിമീൻ കയറ്റി വെക്കും, എന്നിട്ട് തൂക്കി വെക്കും. ഒരു 250 ഉറുപ്പ്യൊക്കെ ഈ കാട്ടിക്കൂട്ടണോക്കെ ഞങ്ങൾ ആലോചിച്ച് നോക്കി. പടച്ചോന്റെ അടുത്ത് ചെന്നാലോ, പടച്ചോൻ കൃത്യമായി തൂക്കുന്ന, അത് പിടുത്തമായിട്ടുള്ള തുലാസൊന്നും ആവില്ല, കാലാവസ്ഥക്കനുസരിച്ച് നമ്പർ മാറൊന്നുമില്ല. അൽ ഖിസ്ത്, സത്യസന്ധമായ തുലാസിൽ വെച്ച് അമലുകൾ തൂക്കും. ഫലാ തുദ്ലമു നഫ്സുൻ ഷൈആ, ഒരാളും ദ്രോഹിക്കപ്പെടില്ല. വഇൻകാന മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ അതൈനാ ബിഹാ, ഒരു കടുകുമണിയോളമാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ അതും കൂടി ഞാൻ കൊണ്ടുവരും. വഖഫാ ബിനാ ഹാസിബീൻ, എനിക്കത് വിചാരണ ചെയ്യാൻ ഞാൻ മതി. അല്ലാഹു പറയാ. ജ്വല്ലറിയിൽ സാധനം എടുക്കാൻ പോയാല് അങ്ങനെ തൂക്കൂല തുലാസ്. അതൊരു അലമറിന്റെ ഉള്ളിലേക്കാണ്, ചില്ല് ഗ്ലാസിന്റെ കൂട്ടിലിട്ടിട്ടാണ് ആ തുലാസ് വെക്കുക. കാരണം പുറത്തെ ഫാൻ തിരിയുണ്ടെങ്കിൽ വാങ്ങണവർക്ക് മനസ്സിലായില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. പുറത്ത് ഫാന് തിരിയുന്നുണ്ടെങ്കിൽ അതിന്റെ കാറ്റും ഈ തുലാസ് പിടിച്ചെടുത്ത് കടുകുമണിയോളുള്ള ചില തുലാസിൽ കാണിക്കും. അതുകൊണ്ട് ജ്വല്ലറിയിൽ സ്വർണം തൂക്കുമ്പോ ഒക്കെ അടച്ചു പൂട്ടി, അല്ലെങ്കിൽ ഫാനൊക്കെ ഓഫാക്കി വാതിലൊക്കെ അടച്ച് അതിന്റെ ഉള്ളിൽ വെച്ചിട്ടാ തൂക്കുക. അല്ലാഹു പറയാ, ഫലാ തുദ്ലമു നഫ്സുൻ ഷൈആ, ഒരു കടുകുമണിയോളം ഉള്ളെങ്കിലും അവിടെ ഹാജരാക്കും. ഫഅമ്മാ മൻ സഖലത് മവാസീനുഹു ഫഹുവ ഫീ ഐശത്തിർ റാളിയ, തൂക്കം കൂടി കിട്ടിയാൽ നല്ല സന്തോഷത്തിലായി. വഅമ്മാ മൻ ഖഫ്ഫത് മവാസീനുഹു ഫഉമ്മുഹു ഹാവിയ, തൂക്കം കുറഞ്ഞാൽ അവൻ ഹാവിയയിലായിരിക്കും. വമാ അദ്റാക മാ ഹിയ നാറുൻ ഹാമിയ. അതുകൊണ്ട് ഹാസിബു ഖബ്ല അൻ തുഹാസബു, നിങ്ങൾ നിങ്ങളെ ഒന്ന് വിചാരണ നടത്തുക, നിങ്ങൾ വിചാരണ നടത്തപ്പെടുന്നതിന്റെ മുമ്പ്. വസിനൂ അഅമാലകും ഖബ്ല അൻ തൂസന അലൈക്കും, നിങ്ങളുടെ അമലുകൾ അല്ലാഹു തൂക്കുന്നതിന്റെ മുമ്പ് നിങ്ങളൊന്ന് തൂക്കി നോക്കുക. അൽയൗം അമലുൻ ബിലാ ഹിസാബ്, ഇവിടെ അമല് മാത്രമേ ഉള്ളൂ, ഹിസാബില്ല. നമുക്ക് അമല് ചെയ്യാൻ, വീണ്ടും നിവർത്തിക്കാൻ, പരിഹാരം ചെയ്യാൻ ഒക്കെ അവസരമുണ്ട്. ഗദൻ ഹിസാബുൻ ബിലാ അമൽ, നാളെ ഹിസാബേ ഉള്ളൂ, അമലില്ല.
ചിലപ്പം പറയും റബ്ബിർജിഊൻ, ഒന്ന് മടക്കണേ, ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്ത്, ഇനി ഇവിടുന്ന് അങ്ങോട്ട് നന്മ ചെയ്ത് ജീവിച്ചോളാ പടച്ചോനെ, ഒരു അല്പസമയം എനിക്ക് ദുനിയാവിലേക്ക് തരണം. കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അതവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വെറും വർത്തമാനം മാത്രമായിരിക്കും, അതാരും കേൾക്കാൻ ആളുണ്ടാവില്ല. എലി എത്ര കരഞ്ഞിട്ടും കാര്യമല്ല, പൂച്ച വിടൂല എന്ന് പറഞ്ഞില്ലേ, വെറുതെ കരയാണ്. അല്ലാഹു ഖുർആനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് അമലുകളെ തൂക്കി നോക്കുക. നമ്മളൊക്കെ പരമാവധി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. രാത്രി എത്ര കട അടച്ചു പോയാലും, കടയിലെ പണിക്കാര് മുഴുവൻ പോയാലും, ഒരാത്മാർത്ഥതയുള്ള മുതലാളി ആ കട കൃത്യമായി കൈകാര്യം ചെയ്യുന്നവനാണെങ്കിൽ രാത്രി 11-11:30 വരെ ഇരുന്നിട്ട് കൃത്യമായി കണക്ക് കൂട്ടിയിട്ടേ അവൻ വീട്ടിലേക്ക് പോകുള്ളൂ. അങ്ങനെ പോയാൽ തന്നെ അവനക്ക് ഉറക്കം വരൂല. അറവ് കഴിഞ്ഞ് കശാപ്പ് കഴിഞ്ഞാൽ വലിയ അസ്ഥികൂടം, വലിയൊരു എല്ല് വെച്ച്, വാരിയെല്ലും വെച്ച് ഒരു മനുഷ്യൻ അതിന്മേൽ ഇരിക്കും. പരമാവധി കിട്ടുന്നു. എന്താ പറയുന്നത് കിട്ടുകയെന്ന് ഞാൻ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. എന്നാലും ഒരാളതുകൊണ്ട് ഇരിക്കണ് കാണാം. അറവ് കഴിഞ്ഞാലും ഒരാളായി എല്ലോണ്ടിരിക്കും. അതിന്മേൽ എന്തെങ്കിലും കിട്ടാണ്ടെങ്കിൽ അതൊക്കെ നുള്ളിപ്പറിച്ചെടുത്തിട്ടാണ്. മലയാളിയുടെ ഉപകാരബോധം അറിയണമെങ്കിൽ ടൂത്ത് പേസ്റ്റ് നോക്കിയാൽ മതി. JCB കയറ്റിയിട്ടാണെങ്കിലും അതിന് കിട്ടുന്നത് മുഴുവൻ എടുക്കുന്ന ഒരു സ്വഭാവം മലയാളിക്കുണ്ട്. നിങ്ങൾ ആലോചിക്കൂ, ഇവിടെ റമദാൻ കഴിയാൻ പോകുക, നമുക്ക് എന്ത് കിട്ടി? ഇപ്പോഴും നമ്മുടെ കച്ചവടവും നമ്മുടെ ദുന്യാവും ഇതൊക്കെ തന്നെ ഉള്ളൂ. പരലോകത്തേക്ക് തൂക്കി നോക്കുമ്പോ ഒന്നുമില്ലെങ്കിൽ എന്താ അവസ്ഥ? തറാവീഹ് അതിന്റെ കാര്യം എന്താണ്? ജുമാകൾ അതിന്റെ കാര്യം എന്താണ്? സദഖ, നമ്മൾ ഒരുപാട് പ്രസംഗം കേട്ടു. പ്രസംഗത്തിന് ഒരു ഒഴിവില്ല. അതിന്റെ പുറമെ യൂട്യൂബ് നോക്കി അതിലും പ്രസംഗം. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? അള്ളാഹുവിന്റെ റസൂലിനോടൊന്ന് ഒരാൾ ചോദിക്കുക, എന്നാ ഖിയാമത്ത് നാള്? നബി തങ്ങളുടെ ഡേറ്റ് പറഞ്ഞു കൊടുക്കല്ല ചെയ്തത്. ഒമാ അഅദത ലഹാ, നീ അതിനു വേണ്ടി എന്ത് തയ്യാറാക്കി വെച്ചു? ആലോചിക്കൂ മുഅ്മിനീങ്ങളെ, നമ്മൾ ഇന്ന് നമ്മുടെ റൂഹ് പിടിച്ചാൽ നമുക്കെന്തുണ്ട്? വൽ തൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ ഇന്നല്ലാഹ ഖബീറുൻ ബിമാ തഅമലൂൻ. നാളെ പരലോകത്ത് ചെല്ലുമ്പോ നമ്മൾ കണക്കാക്കാത്തത് പോലും അല്ലാഹ് കണക്കാക്കിയിട്ടുണ്ടാവും. അഹ്സാഹുല്ലാഹു വനസൂ, അല്ലാഹ് കണക്കാക്കി. നമ്മൾ പലപ്പോഴും അത് മറന്നുപോയി. നമ്മൾ മറന്നുപോയ കാര്യങ്ങൾ. ഡയറി എഴുതുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ 5 കൊല്ലം മുമ്പുള്ള ഡയറി നിർത്തി വായിച്ചു നോക്കിയാൽ നമുക്കറിയാം. നമ്മൾ മറന്നു നോക്കാം, നമുക്ക് ഓർമ്മ കിട്ടും. എല്ലാം ഉണ്ടാവും. നമ്മൾ ഓതിയില്ലേ? അതുകൊണ്ട് കാണുമ്പോ ഭയന്നു പോകും നമ്മള്. അവൻ പറയും, യഖൂലു യാ വൈലതനാ മാ ലിഹാദൽ കിതാബ്, യഖൂലൂന യാ വൈലതനാ മാ ലിഹാദൽ കിതാബ്. ഇതെന്തൊരു ഗ്രന്ഥമാണ്. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ, എല്ലാ ചെറുതും വലുതും അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വവജദു മാ അമിലു ഹാളിറാ, അവർ ചെയ്ത എല്ലാ കാര്യങ്ങളും പ്രത്യക്ഷത്തിൽ അവർ കാണാൻ. ഫലാ യളിമു റബ്ബുക അഹദാ, റബ്ബാരെയും ദ്രോഹിച്ചിട്ടല്ല. വകുല്ല ഇൻസാനിൻ അൽസംനാഹു ത്വായിറഹു ഫീ ഉനുഖിഹി, ഓരോരുത്തരുടെയും സിം കാർഡ് അല്ലാഹു തആല അവന്റെ പെരടിയിൽ വെച്ചിട്ടുണ്ട്. സിം ഇല്ലെങ്കിൽ മൊബൈൽ ഒന്നിനും പറ്റൂല. ആ സിം പോയിട്ടൊരു പ്രിന്റ് എടുത്താൽ, കുറച്ചുകൂടി വിദഗ്ധമായി പ്രിന്റ് എടുത്താൽ എല്ലാ ഹിസ്റ്ററിയും പ്രിന്റ് ഔട്ട് ആയിട്ട് നമുക്ക് വായിക്കാൻ പറ്റും. അപ്പോഴാ പറയണത് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ, എല്ലാ ചെറുതും വലുതും ഉണ്ടല്ലോ. അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, വകുല്ലു സഗീരിൻ വകബീരിൻ മുസ്തത്തർ, എല്ലാ ചെറുതും വലുതും രേഖപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കാൻ. എത്ര ചെറുതാണെങ്കിലും എത്ര വലുതാണെങ്കിലും അല്ലാഹു തആല അത് രേഖപ്പെടുത്തും. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, പറയുന്ന ഓരോ വാക്കുകളും റഖീബും അതീദും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കാൻ. എല്ലാം പടച്ച തമ്പുരാൻ രേഖപ്പെടുത്തും. അത് കിട്ടുമ്പോഴാണ് പരലോകത്തവൻ അത്ഭുതപ്പെടുന്നത്. അത് നാളെ നടക്കുന്ന സംഭവം. നാളെ എന്ന് പറഞ്ഞാൽ നമ്മൾ ബഈദ, നമ്മൾ വളരെ വിദൂരത്ത് കാണുന്നു. അത് നമ്മൾ മരിച്ചാൽ ഉടനെ തന്നെ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് പരിശുദ്ധ റമദാൻ മാസം കഴിഞ്ഞു പോവുകയാണ്. നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ എന്ത് നേടി? എന്തെങ്കിലുമൊക്കെ നമുക്കുണ്ടോ? ഖുർആനില് ആകെ ഖാറൂൻ മുതലാളിയോട് പറഞ്ഞൊരു വാക്കുള്ള, ദുനിയാവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചോ. വബ്തഗി ഫീമാ ആതാക്കല്ലാഹു ദാറൽ ആഖിറ വലാ തൻസ നസീബക മിനദ് ദുനിയ.
ദുന്യാവിന്റെ ഓഹരി നീ മറക്കണ്ട. അതിന് തന്നെ പണ്ഡിതന്മാർ നൽകിയ ശരിയായ വ്യാഖ്യാനം ദുനിയാവിലെ ഓരോ കാര്യത്തിൽ നിന്നും പരലോകത്തേക്ക് നീ നീക്കിവെക്കുന്ന ഓഹരി മറക്കണ്ട എന്നാണ്. നമുക്കൊരു ജോലി കിട്ടി, ആ ജോലി കൊണ്ട് ഞാൻ പരലോകത്തേക്ക് എന്തുണ്ടാക്കി? നമുക്കൊരു ബിസിനസ് നടക്കുന്നുണ്ട്, ഈ ബിസിനസ് കൊണ്ട് ഞാൻ പരലോകത്തേക്ക് എന്തുണ്ടാക്കി? എന്റെ നോമ്പ്, അതുകൊണ്ട് ഞാൻ പരലോകത്തേക്ക് എന്തുണ്ടാക്കി? എന്റെ നോമ്പ് തുറ, പരലോകത്തേക്ക് ഞാൻ എന്തുണ്ടാക്കി? എന്റെ അത്താഴം, അതുകൊണ്ട് പരലോകത്തേക്ക് ഞാൻ എന്തുണ്ടാക്കി? ഞാൻ കൊടുത്ത സദഖ, അതുകൊണ്ട് പരലോകത്തേക്ക് എനിക്ക് എന്തുണ്ട്? വിചാരണ ചെയ്യണം. നമ്മൾ വിചാരണ ചെയ്യണം. അൽഹംദുലില്ലാ എന്ന് മറുപടി കിട്ടുകയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. അല്ല എങ്കിലോ തൗബ ചെയ്യണം. ഇൻഷാ അല്ലാഹ് തൗബ നമുക്ക് മറ്റൊരു ദിവസം പഠിക്കാം. തെറ്റാണെന്ന് തോന്നിയാൽ, ശരിയല്ല തോന്നിയാൽ അള്ളാഹിനോട് ഉടനെ തന്നെ മാപ്പിനപേക്ഷിക്കണം. ഹിസാബ്, ദിനേനയുള്ള ആത്മവിചാരണ. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ഓരോ ദിവസവും ദിനേന നിങ്ങൾ ആത്മവിചാരണ നടത്തണേ എന്നാണ്. അതുകൊണ്ട് ഇനി സമയം വൈകിയിട്ടില്ല. അൽ അഅമാലു ബിൽ ഖവാത്തീം, അവസാനമാണ് അമലുകളൊക്കെ വിലയിരുത്തപ്പെടുക. നബിതങ്ങളുടെ ഒരു പ്രാർത്ഥന ഉണ്ട്, അല്ലാഹുമ്മ അഹ്സിൻ അവാഖിബനാ ഫിൽ ഉമൂരി കുല്ലിഹാ. അല്ലാഹുവേ, എല്ലാ കാര്യത്തിലും ഞങ്ങൾ അവസാനം നന്നാക്കണേ, അന്ത്യം നന്നാക്കണേ. വഅജിർനാ മിൻ ഖിസിയ്യിദ് ദുനിയ വഅദാബിൽ ആഖിറ. ദുനിയാവിന്റെ നിന്ദതയിൽ നിന്നും പരലോകത്തെ ശിക്ഷയിൽ നിന്നും ഞങ്ങളെ കാക്കണേ എന്ന് നബിതങ്ങൾ എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നു. നബിതങ്ങൾ പറയും, ഇന്നമൽ അഅമാലു ബിൽ ഖവാത്തീം, അന്ത്യം നോക്കിയിട്ടാണ് അമല് എന്ന്. അങ്ങനെ തന്നെയാണല്ലോ. ഒരു ഫുട്ബോൾ കളി നടക്കുകയാണ്, ഒരു പാർട്ടി ആദ്യം വന്നൊരു 10 ഗോളണ്ട് അടിച്ചാൽ ആ ഓല് ജയിച്ചു എന്ന് പറയില്ലല്ലോ. ലാസ്റ്റ് നോക്കണം, ലാസ്റ്റ് മൊമെന്റ് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഏത് മത്സരവും, ഏത് പരീക്ഷണവും, ഏത് പരീക്ഷയൊക്കെ ലാസ്റ്റ് മൊമെന്റ് അവിടെ എന്ത് സംഭവിക്കുന്നു അല്ലാഹ് അതാ നോക്കുക. അപ്പൊ നമുക്ക് സമയം വൈകിട്ടില്ല, ഇനിയും നമ്മുടെ മുമ്പിൽ ദിവസങ്ങളുണ്ട്. ലൈലത്തുൽ ഖദ്ർ ചിലപ്പം പോയേക്കാം, ഇപ്പം ഇനി ഉണ്ടായേക്കാം. പക്ഷെ റമളാൻ നമ്മുടെ മുന്നിലുണ്ട്, പോയിട്ടില്ല. ഈ 2 ദിവസം കൊണ്ട് ഒരുക്കം, യാത്രക്കാരൻ ഒരുങ്ങുന്നത് പോലെ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ആ പോണെന്ന് എത്ര ആലോചിച്ച് നോക്കുമ്പോൾ ഒരു 2 വർഷം മുമ്പ് ഒരു കല്യാണം തീരുമാനിച്ചിട്ടാലും കല്യാണത്തിന്റെ തലേന്നാ തിരക്കേക്കാറ് അല്ലെ. 2 വർഷം മുമ്പ് തീരുമാനിച്ച കല്യാണമാണ്, കല്യാണത്തിന് തലേന്നാ വീട്ടിൽ തിരക്ക് തന്നെയാണ്. അന്ന് തിരക്കനോട് തിരക്കേക്കാറ്, പലതും മറന്നിട്ടുണ്ടാവും. ഈ തിരക്കൂട്ടിലൊന്ന് പരലോകത്തിന് തിരക്കൂട്ടിയാൽ മതി. ഇനി 2 ദിവസമുള്ളൂ, ഒന്ന് തിരക്കൂട്ടുക. ഞാനും നിങ്ങളൊക്കെ ഒന്ന് തിരക്കൂട്ടിയാൽ, കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്താൽ ഇൻഷാ അല്ലാഹ് തീർച്ചയായും അതിന് ഫലമുണ്ടാവും. അതുകൊണ്ട് എന്തുണ്ട് നാളേക്ക് വേണ്ടി എന്ത് തയ്യാറാക്കി? നമ്മുടെയൊക്കെ റെക്കോർഡിൽ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ അഹങ്കാരം തോന്നാതെ, ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട് എന്ന് തോന്നാതെ, ഈഗോ ഉണ്ടാവാതെ വിനയാന്വിതനായി പടച്ചതമ്പുരാന്റെ മുന്നിൽ പറയാ, പടച്ചവനെ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഇബ്രാഹിം നബി അള്ളാന്റെ ആജ്ഞപ്രകാരം അള്ളാഹ്ക്ക് ആരാധിക്കാനുള്ള ഭവനം നിർമ്മിച്ചിട്ടും ഇബ്രാഹിം നബി പറഞ്ഞത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ട് നമുക്ക് കിട്ടിയെങ്കിൽ പടച്ചതമ്പുരാൻ സ്വീകരിക്കാൻ പറയാം. അല്ല നെഗറ്റീവ് ആണെങ്കിലോ ഉടനെ തന്നെ പടച്ചതമ്പുരാനോട് പശ്ചാത്തപിച്ച് മടങ്ങുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ ഖാതിമിൽ അംബിയാഇ വൽ മുർസലീൻ നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ബഹുമാന്യരെ, നോമ്പ് കഴിയുന്നത് കൊണ്ട് ചില കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കാനുണ്ട്. നോമ്പിന്റെ ഒരു പരിപൂർണത എന്നല്ല. ഒന്നാമത്തെ കാര്യം നമ്മുടെ സദഖയുടെ കാര്യം തന്നെയാണ്. അവസാനത്തെ 10 നിമിതങ്ങൾ സദഖ കൊടുക്കുമ്പോൾ കരീഹിൽ മുർസല എന്ന കാറ്റ്, അഴിച്ചുവിടുന്ന കാറ്റിനെ പോലെ നിമിതങ്ങൾ സദഖ കൊടുക്കുന്നു. അതുകൊണ്ട് അതൊരു പുണ്യകരമാണെന്ന് മനസ്സിലാക്കുക. രണ്ടാമത് നമ്മുടെ പള്ളിയുടെ ഒരു കലക്ഷന്റെ കാര്യം, അത് ഇതായിട്ട് ബന്ധപ്പെടുത്തി അല്ലെങ്കിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. റമദാനായാൽ നമ്മുടെ പള്ളി ഈ പള്ളിയിൽ വരുന്നവരെ കൊണ്ട് നടന്നു പോകുന്ന ഒരു പള്ളിയാണ്. ഒരുപാട് ചെലവ് നമ്മുടെ പള്ളിക്കുണ്ട് എന്നറിയിച്ചിട്ടുണ്ട്. റമദാനാകൊണ്ട് വൈദ്യുതി ബില്ല്, ജീവനക്കാരുടെ അലവൻസ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നിർവഹിക്കാനുണ്ട്. അതുകൊണ്ട് കാര്യമായിട്ട് തന്നെ എല്ലാവരും ആ പിരിവിൽ സഹകരിക്കണം. ഇന്ന് നമുക്ക് വേണ്ടി എടുക്കുന്ന ഒരു കലക്ഷനാണ്. അതിനെ സാധാരണ എല്ലാ മാസത്തിലും വെള്ളിയാഴ്ച ചെയ്യുന്നത് പോലെ ആക്കരുത് എന്നറിയിക്കുന്നു.
മറ്റൊരു കാര്യം ഫിത്ർ സക്കാത്താണ്. ഫിത്ർ സക്കാത്ത്, സക്കാത്തുൽ ഫിത്ർ, ഒറിജിനൽ സക്കാത്തും സക്കാത്തു ഫിത്റും തമ്മിൽ വ്യത്യാസം. സാധാരണ സക്കാത്ത് വാങ്ങാൻ അർഹതയുള്ളവരും ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ നിർബന്ധിതരാകും. പെരുന്നാളിന്റെ അന്ന് മാസം കാണുമ്പോ ഉള്ള ജീവനുള്ള എല്ലാവർക്കും ഫിത്ർ സക്കാത്ത് കൊടുക്കണം എന്നാണ്. പക്ഷെ പ്രസവിച്ചിട്ടില്ല, പ്രസവിക്കാരായ ഗർഭിണികൾക്ക് വരെ കൊടുക്കണം എന്ന് പണ്ഡിതന്മാര് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. മനുഷ്യരൂപം പൂണ്ട ഒരു കുട്ടി ഗർഭപാത്രത്തിൽ ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് വരെ ഫിത്ർ സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അപ്പൊ അതുകൊണ്ട് അതെന്തിനാന്ന് വെച്ചാൽ ന്യൂനതകൾ പരിഹരിക്കാനാണ്. തുഹ്റത്തൻ ലിസ്സായിമി മിനൽ ലഹ്വി വറഫസി. ഇപ്പൊ നമ്മളൊക്കെ നോമ്പ് നോറ്റിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും സുന്നത്തുകൾ അതിനു വേണ്ടിയിട്ടാണ്. അഹ്സിനു നവാഫിലക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ സുന്നത്ത് നന്നാക്കണം എന്നാണ്. നമ്മൾ അങ്ങനെയല്ല, നമ്മള് സുന്നത്തിന് 2ാം നമ്പറാ കൊടുക്കല്. ഫർള് നിസ്കരിക്കും പോലെയാണോ സുന്നത്ത് നിസ്കരിക്കുക? അല്ല. അതിൽ നമ്മൾ ഒന്നും ഓതൂല, വജ്ജത്തുല്ല, ഫാത്തിഹില്ല, എന്തെങ്കിലും ഫാത്തിഹാണ്ട് ഓതി ഒപ്പിച്ച് വയ്ക്കാൻ സുന്നത്തല്ലേ എന്ന് കഴിച്ചില്ല. ഫർള് നോമ്പ് പോലെ തന്നെയാണ് സുന്നത്ത് നോമ്പ്. ഫർള് നിസ്കാരം പോലെ തന്നെയാണ് സുന്നത്ത് നിസ്കാരം. എന്തിനാന്ന് വെച്ചാൽ സ്റ്റെപ്പിൻ ടയർ, മോട്ടോർ വാഹന ഇൻസ്പെക്ടർമാർ പറയാം സ്റ്റെപ്പിൻ ടയർ നല്ലത് വെക്കണം എന്നാണ്. നമ്മള് ആ കാര്യത്തിൽ പഴയതാ ഒന്നും എടുത്തില്ല, അത് നല്ലത് വെക്കണം എന്നാണ്. അപ്പൊ സ്റ്റെപ്പിന് നല്ലത് വെക്കണം എന്താ വെച്ചാൽ പഴയത് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ താൽക്കാലികമായി വളരെ ഗൗരവതരമായ ഒരു രക്ഷപ്പെടുത്തൽ നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. അത് ഇതിലേറെ മോശമായാലോ, ഉള്ള ടയർ കേടന്നിട്ട് പോകാൻ വയ്യാൻ നിൽക്കുമ്പോ അതിലേറെ മോശമായ ടയറാണ് സ്റ്റെപ്പിൽ വെച്ചിട്ടുണ്ടെങ്കിലോ നമ്മുടെ യാത്ര പ്രയാസപ്പെടും. അപ്പൊ സുന്നത്ത് അതിലേറെ മോശമാണെങ്കിലോ ഒന്നും എടുക്കാണ്ടാവൂല. അപ്പൊ അതുകൊണ്ട് സക്കാത്ത് ഫിത്ർ സക്കാത്തിനേക്കാൾ ഗൗരവമായിട്ട് അല്ലെങ്കിൽ അതുപോലെ തന്നെ ഗൗരവമായിട്ട് എടുക്കേണ്ട വിഷയമാണ് സക്കാത്തുൽ ഫിത്ർ. അത് ക്യാഷ് ആയിട്ട് കൊടുക്കാൻ പാടില്ല. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സക്കാത്തുൽ ഫിത്ർ ക്യാഷ് ആയിട്ട് കൊടുക്കരുത്. അതിന് തെളിവില്ല. സലഫി പണ്ഡിതന്മാരാരും അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, ഇമാമുകളാരും അത് പറഞ്ഞിട്ടില്ല. പക്ഷേ സംഘടിതമായി കൊടുക്കുകയാണെങ്കിൽ ഒരു ഭാഗത്തെ കാശിനെ ഏൽപ്പിക്കാം. വൽ ആമിലീന അലൈഹ, അതിന്റെ പ്രവർത്തകർക്ക് കമ്മിറ്റിയോ മറ്റോ ഉണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ ഫിത്ർ സക്കാത്ത് ഏൽപ്പിക്കാം. ഉത്തരവാദിത്തപ്പെട്ടവർ കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവരത് എത്തിക്കുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പള്ളിയിൽ സംവിധാനമുണ്ട്. ഒരാൾക്ക് 110 രൂപയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. നാട്ടിലെ സാധാരണ ഭക്ഷണം കൊടുക്കണമെന്നാണ്. കൂത്തുപലത് എന്ന് തന്നെ പറയാം, നാട്ടിലെ സാധാരണ ഭക്ഷണം. അപ്പൊ നമ്മുടെ നാട്ടിലെ സാധാരണ ഭക്ഷണം എന്ന് പറഞ്ഞാൽ സാധാരണ അരിയാണ്, അതാണ് കൊടുക്കേണ്ടത്. അത് കിറ്റാക്കി കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്, കുഴപ്പമില്ല. ഒരു കിറ്റാക്കിയിട്ട് കൊടുക്കുക. കഴിഞ്ഞാൽ അത് നെയ്ച്ചോറും എന്റെ അരിയും കിറ്റാക്കിയിട്ട് കൊടുക്കുകയാണെങ്കിൽ അതും കുഴപ്പമൊന്നുമില്ല, ഒക്കെ നല്ല കാര്യങ്ങളാണ്. ഖൈർ ഒരാൾ സ്വമേധയാ ഏറ്റെടുത്തിട്ട് നല്ലത് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പൊ അതുകൊണ്ട് അത് നാളെ വൈകുന്നേരത്തിന്റെ ഉള്ളിൽ എത്തിക്കണം എന്ന് കമ്മിറ്റിക്കാർ ആവശ്യപ്പെടുന്നു. ഇവിടെ കമ്മിറ്റി കൊടുക്കുകയാണെങ്കിൽ നാളെ വൈകുന്നേരത്തിന്, നമ്മൾ കൊടുക്കുകയാണെങ്കിൽ പെരുന്നാൾ മാസം കണ്ടതിന്റെ ശേഷമേ കൊടുക്കാൻ പാടുള്ളൂ. അതാണ് അഫ്ളലായ വക്ത്. ഒരു ദിവസം മുമ്പൊക്കെ കൊടുക്കുന്നതുകൊണ്ട് വിരോധമില്ല എന്ന് സഹാബികളിൽ നിന്ന് ചില റിപ്പോർട്ടുകളുണ്ട്. ഒരു ദിവസം മുമ്പൊക്കെ കൊടുക്കാം. അപ്പൊ ഇപ്പൊ തന്നെ ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ പറ്റില്ല. പെരുന്നാള് തിങ്കളാഴ്ചയാണെങ്കിൽ ഞായറാഴ്ച അസ്തമിച്ചിട്ടേ കൊടുക്കാൻ പാടുള്ളൂ, അതെന്റെ ശരിയായ രൂപം. ഇനി ഞായറാഴ്ച രാവിലെ കൊടുത്താലും വിരോധമില്ല എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അത് സാ എന്നാണ്, ഒരളവ്. അതാണ് 4 മുദ്ദാണ് ഒരു സാ. ആളുകൾ ഇങ്ങനെ വെറുതെ ചോദിച്ചു കൊടുക്കും. അതുപോലെ ഫിത്ർ, പിന്നെ നോമ്പ് നഷ്ടപ്പെട്ടവരുടെ മുദ്ദ്, ഒരു നോമ്പിന് ഒരാളുടെ ഒരു നേരത്തെ ഭക്ഷണമാണ്, അതാണ് ഒരു മുദ്ദ് എന്ന് പറയുന്നത്. പിന്നെയും ചോദിക്കും അതെത്ര, പിന്നെ അതെത്ര. ഒരാളുടെ ഒരു നേരത്തെ ഭക്ഷണം, അതൊരു സാധാരണ ഭക്ഷണം. ഒരു സാധാരണ ഹോട്ടലിൽ കയറി എത്ര പൈസ വരിക? അതും പൈസ കൊടുക്കാൻ പാടില്ല, ഭക്ഷണ സാധനമാണ് കൊടുക്കാൻ പറ്റും. അപ്പൊ അത് കണക്കാക്കിയാൽ മതി. അതൊക്കെ അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല. ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു മനുഷ്യന്റെ 2 കൈ കൂട്ടി ഒരു വാരല് വാരിയാൽ അതൊരു മുദ്ദായി. അങ്ങനത്തെ 4 വാരല് വാരിയാൽ അതൊരു സാ ആയി. അങ്ങനെ 4 വാരല് വാരുമ്പോ 2 to 2.5 കിലോ വരെ ഉണ്ടാകും. അതിന്റെ ഒരു കണക്കാണ്, ഒരു ഏറെക്കുറെ 2-2.5 കിലോ അരിയുടെ ഒരു കണക്കാണ് ഈ 110 റുപ്യ കൂട്ടിയിട്ടുള്ളത് നടത്തുന്നത്. അപ്പൊ അത് അങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നെ പെരുന്നാള് നമുക്കറിയാം ഈദ്ഗാഹാണ് ഏറ്റവും ഉത്തമം. മഴയുണ്ടെങ്കിൽ പള്ളിയിലാണ് ഉത്തമം, അല്ലെങ്കിൽ ഈദ്ഗാഹുകളിൽ. മുസല്ലൽ ഈദ് എന്ന അറബിയിൽ പറയാം. അത് പള്ളിയല്ല, ഒരു ഒഴിഞ്ഞ സ്ഥലം മാത്രമാണ്. എല്ലാവരും പങ്കെടുക്കണമെന്നാണ്. സ്ത്രീകൾ വരെ പങ്കെടുക്കണം, ആർത്തവക്കാരികൾ വരെ. അൽ ഹുയ്യള വലവാത്തിൽ ഹിദ്ർ ഹദീസിൽ അങ്ങനെ വന്നിട്ടുണ്ട്. ആർത്തവമുള്ള സ്ത്രീകൾ വരെ വരണം.
ദവാത്തുൽ ഖിദർ, കല്യാണപ്രായമായാൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുന്ന സ്വഭാവം അറബികൾക്കുണ്ട്. ആ സ്ത്രീകളും വരണം. എന്നിട്ട് എന്ത് ചെയ്യണം? വല്യശ്ഹദിനൽ ഖൈർ. ഖൈർ എന്ന് പറഞ്ഞാൽ ഖുതുബ. അവര് ഖുതുബ കേൾക്കണം. പള്ളിക്ക് വരണ്ട, നിസ്കരിക്കണ്ട, ഒഴിഞ്ഞ് നിന്നിട്ട് ഈദ്ഗാഹില് പള്ളിയല്ലല്ലോ, അവർ പത്തിരിക്കാലോ, അവിടെ ഇരുന്നിട്ട് അവര് ഖുതുബ, പെരുന്നാളിന്റെ സന്ദേശം അത് കേൾക്കണം എന്നാണ്. അത് ഗൗരവമുണ്ട്. പുതിയ വസ്ത്രം ധരിക്കാം. പക്ഷെ സ്ത്രീകള് ഫാഷൻ പരേഡ് നടത്താനാണെങ്കിൽ വരാതിരിക്കലാണ് ഖൈർ. ലോകത്തിറങ്ങണ എല്ലാ ഫാഷനും എക്സിബിറ്റ് ചെയ്യാനുള്ള, പ്രദർശിപ്പിക്കാനുള്ള ഒരു അവസരമായി പ്രത്യേകിച്ച് മലപ്പുറം ജില്ലകളിലെ സ്ത്രീകൾ ഈദ്ഗാഹുകളിൽ അങ്ങനെ ചെയ്യുന്നു എന്നതൊരു സത്യമാണ്. എല്ലാ വൾഗർ വേഷം വാങ്ങും. അവസാനത്തെ 10 ലൈലത്തുൽ ഖദ്ർ എന്നല്ല, ഇത് വാങ്ങുക, മാറ്റാൻ പോകുക, പിന്നെയും വാങ്ങുക, പിന്നെയും മാറ്റുക, പിന്നെ ചേല് നോക്കുക, പിന്നെയും പോകുക, പിന്നെയും മാറ്റുക. ഇതൊരു വല്ലാത്തൊരു ദുരിതമായിട്ടുണ്ട്. മരണം ഓർമ്മല്ല, അപ്പുറത്ത് മയ്യത്തിന്റെ തുണി ഇരിക്കുന്നുണ്ടാവും. അതൊന്നും ആരും ചിന്തിക്കൂല, ആരും ശ്രദ്ധിക്കൂല. കോറത്തുണി ചിലപ്പം അതിലാണ് പൊതിയേണ്ടി വരും ഈ ജാതി വേഷമൊക്കെ കെട്ടി വന്നാൽ. അതുകൊണ്ട് മനുഷ്യന്മാരെ കൊണ്ട് പറയിപ്പിക്കരുത്. പ്രത്യേകിച്ച് ഇത്തരം ഫാഷൻ പരേഡുകളാക്കി ഈദ്ഗാഹ് മാറ്റാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആരും അങ്ങനത്തെ പെണ്ണുങ്ങളെ കൊണ്ടുവരരുത്. ഈദ്ഗാഹ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള പെണ്ണുങ്ങളെ കൊണ്ടുവരരുത്. രക്ഷിതാക്കൾ ശ്രദ്ധിച്ചാൽ മതി. മാന്യമായ വസ്ത്രം ധരിച്ചിട്ട്, മാന്യമായ വസ്ത്രം, പുതിയ വസ്ത്രം ധരിച്ച് അവറത്തൊക്കെ മറച്ച് വൃത്തിയായിട്ട് പള്ളിയിൽ ഈദ്ഗാഹിൽ വരാം. വരുമ്പോ പ്രത്യേകം അറിയിച്ചിട്ടുണ്ട്, കൃത്യം 7 മണിക്കാണ് ഈദ്ഗാഹ്. നമ്മുടെ പള്ളിയിൽ നിസ്കാരമല്ല, MES ഗ്രൗണ്ടിലാണ് നിസ്കാരം. അത് 7 മണി എന്ന് പറഞ്ഞാൽ 7 മണിക്ക് തന്നെ നിസ്കരിക്കും. സമയം കാരണം വെയിലും കാര്യമൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് 7 മണിക്ക് തന്നെ നിസ്കരിക്കും. വരുന്നവര് ഒളു ചെയ്ത്, വീട്ടിൽ നിന്ന് ഒളു ചെയ്ത് ഒരു മുസല്ല, നിസ്കരിക്കാളൊരു മുസല്ല കയ്യിൽ കരുതിയിട്ട് വന്നാൽ നന്നാകും എന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതാണ് പെരുന്നാളുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. നമുക്ക് സുന്നത്ത്, പെരുന്നാളിന്റെ അന്ന് സുന്നത്ത് ഏറ്റവും പുതിയ വസ്ത്രം എടുക്കുക എന്നതാണ്. പിന്നെ മാത്രമല്ല, ചെറിയ പെരുന്നാളാവുമ്പോൾ ഒരല്പം ഭക്ഷണം കഴിച്ചിട്ട്, ഈത്തപ്പഴോ എന്തെങ്കിലും കഴിച്ചിട്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസല്ലൽ ഈദിൽ വന്നിരുന്നത്. ഈദ്ഗാഹിൽ വന്നാൽ അവിടെ തഹിയ്യത്ത് നിസ്കരിക്കേണ്ടതില്ല, അവിടെ ഇരുന്ന് തക്ബീർ മുഴക്കുക. ഇമാമ് മിമ്പറിൽ കയറുന്നവരെ നമുക്ക് തക്ബീർ ചൊല്ലാൻ അനുവാദമുണ്ട്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത് വഖാദിൽ ഹാജാത്ത് റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين اللهم إنك عفو تحب العفو فاعف عنا اللهم إنك عفو تحب العفو فاعف عنا اللهم إنك عفو تحب العفو فاعف عنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.